പ്രൈസ് ലോർഡ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു ദൈവിക ദൂതാണിത്. നാം ഓരോരുത്തരും യഹോവയിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. ഒരിക്കലും നാം നമ്മുടെ സ്വന്തം വിവേകത്തിനകത്ത് ഊന്നരുത്, അതായത് അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിക്കകത്ത് നമ്മൾ ആശ്രയം വെക്കരുത്. മറ്റു മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെക്കരുത്. നാം പല മനുഷ്യരിലും പല സമയത്തും പല കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയം വെച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം പല സാഹചര്യത്തിലും മനുഷ്യർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ആ സമയത്തും നമുക്ക് സഹായകനായി കൂടി നിൽക്കുന്നത് നമ്മുടെ ദൈവമാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്നാണ് അടുത്ത വാക്യത്തിനകത്ത് പറയുന്നത്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും പറഞ്ഞാൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും. നമുക്കറിയാം, ഒരു നദിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നോക്കിയാൽ എത്ര വേനൽ വന്നെന്ന് പറഞ്ഞാലും എത്ര കൊടും ചൂട് വന്നെന്ന് പറഞ്ഞാലും ആ വൃക്ഷത്തിൻ്റെ വേര് ആ നദിയിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും അതിൻ്റെ ഇല വാടിപ്പോകത്തില്ല. അത് എപ്പോഴും നല്ല പച്ചപ്പ് നിറഞ്ഞും നല്ല ഫലമുള്ള വൃക്ഷമായി അതിരിക്കും. അതുകൊണ്ട് നാം നമ്മുടെ വേര് ക്രിസ്തുവിൻ്റെ ആഴത്തിലേക്കായിരിക്കണം ഊന്നിയിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മുടെ വേര് എത്തിയിരിക്കുന്നതെങ്കിൽ എന്ത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും നാം പേടിക്കത്തില്ല. ഉഷ്ണം തട്ടിയാലും അത് പേടിക്കില്ല. വരൾച്ചയുള്ള കാലത്തും ഫലം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഏതൊരു പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും ഏതൊരു പ്രശ്നത്തിനകത്തൂടെ പോയെന്ന് പറഞ്ഞാലും എന്ത് പ്രശ്നം നമ്മളെ തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാലും ഈ നമ്മുടെ വേര് ക്രിസ്തുവിനായതുകൊണ്ട് നാം ഭയപ്പെടാതെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മളിൽ നിന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്ന ഫലം പുറത്തു വരിക തന്നെ ചെയ്യും. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. എങ്ങനെയാണ് ഈ ഇല പച്ചയാകുന്നത്? ഈ നദിയിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഏത് സമയത്തും അതിന് വേണ്ട വെള്ളം, വളം ഇതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്ന നമുക്ക് ഏത് സമയത്തും വേണ്ട ദൈവകൃപ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതേസമയം സ്വന്തം വിവേകത്തിലൂന്നി മറ്റു മനുഷ്യരിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നം വരുമ്പോൾ, ഉഷ്ണം വരുമ്പോൾ വാടിപ്പോകും. അത് തളർന്നു വീഴും. അതിൻ്റെ ഇലകളൊക്കെ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ വചനത്തിലൂടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ വേര് ക്രിസ്തുവിലായിരിക്കണം. ഇന്ന് ആരെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കാതെ മറ്റു പലതിലും ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തികളിലായിരിക്കും, ഒരു പക്ഷേ പണത്തിലായിരിക്കും, അല്ലെങ്കിൽ മക്കളിലായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളിലായിരിക്കും. അങ്ങനെ ഏതൊരു വ്യക്തികളിൽ ആശ്രയം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് ആശ്രയം വെച്ചിരിക്കുന്ന വ്യക്തികളോട് പറയാണ്, ആ പിടികളെയെല്ലാം വിട്ടിട്ട് ദൈവത്തിൽ ആശ്രയിച്ചോ, നിനക്കുള്ള വഴി ഇന്ന് തുറന്നു വരാൻ പോവുകയാണ്.
അങ്ങനെയുള്ള വ്യക്തികളോട് ഇന്ന് പറയുന്നത് ഇതാണ്, ആ ആശ്രയങ്ങളെല്ലാം വിട്ടു ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചു, നിനക്ക് വേണ്ട വഴികളെ ദൈവം തുറന്നു തരും. നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്തു നിന്ന് പുറത്തു വരുവാനുള്ള വഴി ദൈവം തുറക്കും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതനിറങ്ങി. ആ പൗലോസും ശീലാസും കാരാഗ്രഹത്തിന് ആമത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവർ അവിടെ കിടന്നുകൊണ്ട് ആ ദൈവത്തെ അവർ ആരാധിച്ചു. അവർക്ക് എങ്ങനെ ആ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ആരാധിക്കാൻ പറ്റും? കാരണം അവരുടെ വേര് ക്രിസ്തുവിൽ ഊന്നിയിരിക്കുന്നത് കൊണ്ട് ആ കാരാഗ്രഹം അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരുടെ വേര് ക്രിസ്തുവിലായതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ പാടി ആരാധിച്ചു. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ഇന്ന് ഞാനായിരിക്കുന്ന സാഹചര്യത്തിനകത്തുകൊണ്ട് സാഹചര്യത്തെ നോക്കാതെ ദൈവത്തെ നോക്കിക്കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കും. ഇന്ന് ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, ഇന്ന് ചില കെട്ടുകൾ അഴിയും, ഇന്ന് ചിലത് പുറത്തു വരാൻ പോവാ, ശക്തിയോടെ പുറത്തു വരാൻ പോവാ. കെട്ടുകൾ അഴിഞ്ഞ്, ബന്ധനങ്ങൾ അഴിഞ്ഞ് പുറത്തു വരാൻ പോവുക. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഇന്ന് മറ്റു പലതിലും ആശ്രയം വെച്ചിട്ടുണ്ടോ? ആശ്രയത്തെ എല്ലാം വിട്ടുകളഞ്ഞു, ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. നീ പോലും വിചാരിക്കാത്ത നിലവാരത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവൻ ആത്തരിക നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.